നല്ല ചേഞ്ചുകൾ എത്തിയിട്ടാണ് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മള് ഇന്ന് രാവിലെ തന്നെയാണ് 5:30 കഴിഞ്ഞിട്ടുള്ളൂ. നമ്മള് അമ്മേനെയും കൊണ്ടൊരു ട്രിപ്പ് പോവാണ്. അതെ നമ്മള് കുറച്ച് ദൂരമുള്ള അമ്പലത്തേക്കാണ് പോണത്. ചേച്ചീൻ്റെ അടുത്ത് ചെന്നിട്ടാണ് പോവാന്. അപ്പൊ അമ്മേനെ അമ്പലത്തേക്ക് കൊണ്ടുപോകില്ല, അമ്മേനെ ചേച്ചിന്റെ വീട്ടില് ആക്കിയിട്ട് ചേച്ചിനെയും കൊണ്ടുപോവാണ്. അപ്പൊ കുറച്ച് ദൂരം പോകണ്ട, നമുക്ക് പുലർച്ചെ നേരത്തെ പുറപ്പെട്ടാണ് ഞങ്ങള് വന്നപ്പോ കൊറേ സമയമായിട്ടുണ്ട്. ഇരുട്ടല്ലേ കഴിഞ്ഞ ടോർച്ച് അപ്പൊ ഫോണിന്റെ ടോർച്ച് അടിക്ക്. ഇരുട്ട് മാറിയില്ലല്ലോ ഷീജെ, ആൾക്കാരും നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അമ്മ കാർ യാത്ര എങ്ങനെയുണ്ട് സാറാ? സാറാണ് ആൾക്കാരിങ്ങനെ നിൽക്കുന്നില്ല. ഇവിടെയൊക്കെ പണിക്കോ നിൽക്കും. സിന്ധേച്ചിന്റെ വീട്ടിലെത്തി. സിന്ധേച്ചിനെ അപ്പുട്ടേട്ടനെയും കൊണ്ട് നമ്മള് പോകണം കേട്ടോ. അപ്പുട്ടേട്ട ഒരുങ്ങി. മോന് പോയോ? മോന് മോനുവിന് കല്യാണം ഉണ്ട് കേട്ടോ. പാലക്കാട് കല്യാണം. അപ്പൊ ഓൻ അതിനു വേണ്ടി വന്നതാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് രാത്രി വരും. അപ്പൊ രാത്രി ഞങ്ങൾ ഇനി ഇവിടുന്ന് തിരിച്ചുള്ളൂ. ചെരുപ്പ് കിട്ടി കിട്ടണേ. എങ്ങനെ പോണം? ബൈക്കിനാണ് ഒന്നര വന്നാണല്ലേ. വന്നിട്ട് കാണാല്ലേ അല്ലേ? അപ്പൊ സെറ്റ് പിടി കസന്റെ മുണ്ടൊക്കെ സെറ്റ് ആയിട്ടത്. അമ്മേന്റെ ഫോണ് കീസയിലിട്ട ചാടനോക്കട്ടെ. കിട്ടി. ആ സിന്ധേച്ചക്കന അവിടെ പറയാൻ പോയതാ. 7 മണിയാവാനായിട്ടഞ്ഞ് അവിടെ മെസ്സേജ് പോരെ. സ്വാതി അമ്മേന്റെ തൊപ്പിണ്ടോ? മോനോ ഇപ്പളെ കല്യാണത്തിന് പോയാ രാത്രിയാവോ? കനോലി ഫ്ലോട്ട് ഇവിടെ നമ്മളെ ചരിത്ര പ്രസിദ്ധമായ നിലമ്പൂരിപ്പാട്ട് നടക്കുന്ന സ്ഥലം കേട്ടോ. നമ്മള് വന്നിട്ടില്ല, കൊറേ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പൊ ഇന്ന് സിന്ധേച്ചി മക്കളും എല്ലാരും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. മോന് വന്നതാണ്. നമ്മളെ അമ്പലത്തിലെത്തിട്ടോ. തുറന്നിട്ടില്ല, അപ്പൊ അതോളം പിടിക്കും. കുറച്ച് സമയം പിടിക്കില്ലേ. അപ്പൊ നമ്മള് ഷീറ്റാക്കി വഴിപാടൊക്കെ ഷീറ്റാക്കിയിട്ട് ഇങ്ങനെ നിക്കാണ് വെറുതെ. ഇങ്ങോട്ട് പുഴവക്കത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. വന്നിട്ട് വരാം. സിന്ധേച്ചി ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിൽ വരുന്നത്. സിന്ധേച്ചി ആദ്യമായിട്ട് വരണേ? അപ്പുട്ടേട്ടൻ പിന്നെ കേട്ടോ വന്നിട്ടുണ്ട്. ഓർമ്മല്ല അല്ലേ? നമ്മള് പിന്നെ ചേച്ചി ഞാൻ 3ാമത്തെ പ്രാവശ്യമായിട്ട് വരുന്ന അങ്ങോട്ട്. കുറച്ചിട്ട് പോരാണ്ട്. പിന്നെ എന്റെ ചേച്ചീന്റെ വീട് തൊട്ട കുറച്ചപ്പുറാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ചേച്ചീന്റെ കുടിരിക്കലിന് വന്നിട്ട് ഞങ്ങള് അമ്പലത്തിൽ ഗണപതി ഹോമം ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു.
പിന്നെ ഇപ്പളാ വരുന്നത്, വർഷായിട്ടോ. ഉള്ളിൽ പോയേക്ക. അപ്പൊ അമ്പലത്തിൽ നിന്ന് കയറി തൊഴുതിട്ട് വരാം. ചാടിച്ചിറങ്ങില്ലേ? റാപ്പുമാവും ചായ കുറിച്ച്, റാപ്പുമാവും ചുക്ക് കാപ്പി. പൂസൊക്കെ എന്തിനാ പോയതാ? മുണ്ട് റെഡിയാക്കാൻ വേണ്ടി പോയതാ. എന്തിനാ അറിയില്ല. അപ്പൊ ഇനി നമ്മളൊന്നും കൂടി അങ്ങോട്ട് താഴത്തേക്ക് പുഴയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വീട്ടിൽ പോവാം. പോകുമ്പോ ചേച്ചീനെ കൂടി ഒന്ന് കണ്ടിട്ട് വേണം പോവാന്. ചേച്ചി എന്താന്ന് അറിയില്ല, വിളിച്ചു നോക്കിയിട്ടില്ല. എങ്ങോട്ടാ പോയത്? എന്തിന്? എന്താ മുണ്ട് പിന്നെ കഴിഞ്ഞോ? ചാടിക്കോ ചാടിക്കോ. ചാടിയാ മതി, അല്ലെങ്കിൽ അതില പോരുന്നത്, അല്ലെങ്കിൽ ആ വെള്ളത്തിലുണ്ടാവില്ല പറയാം. അപ്പൂസേ എന്താ ഇവിടെ അങ്ങനെ അതൊക്കെ വലിച്ചെന്ന മരം? അപ്പൂസേ വലിച്ചെന്ന മരങ്ങൾ അതൊക്കെ എന്താ? ഇതാണ് അവിടെ കിണറാണ്, അവിടെ പോയാണ്ട് ഇതാണ് ആ വലിയ കുണ്ടുണ്ടായിരുന്നു. അപ്പോ ഇതാണ് ഏറ്റവും ഇവിടെയാണ് ഇറങ്ങരുത് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചത്. നോക്കാം, ഇത് കിണറാണ്. ചുഴിയില്ലേ, അപകടം ഇവിടെയാണ്. അല്ല അപ്പോൾ ഇവിടെ തന്നെ തോന്നണം അല്ലേ? അങ്ങനെ അവിടെ കുഴി. അപ്പൊ എന്താ അങ്ങോട്ട് പോണ ഒഴുകണ അല്ലേ? വള്ളത്തിലൂടെ പോണക്ക് ആയാ പിന്നെ ആളെ കിട്ടൂല, അങ്ങനെ പറഞ്ഞത്. നോക്ക്, അവിടെ നിക്കാൻ പാടില്ല. അവിടെ ഈ മഴ നല്ല വെള്ളം വരുമ്പോഴേ അവിടെ ഇങ്ങനെ കറങ്ങപ്പൂസേ. കരിമീനാ? അങ്ങോട്ട് അവിടെ കണ്ട, അങ്ങോട്ട് വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് വാ. വെള്ളം പറ്റിയ പൂസേ ചിലപ്പോ ഒന്നായിട്ടൊരു വെള്ളം വരും കേട്ടോ. വെള്ളമല്ല ചേച്ചി, വെള്ളമൊക്കെ കമ്മിയുണ്ടല്ലേ, നല്ല തണുപ്പുണ്ട്. ചേച്ചിയാ കുഴി ഉണ്ടാവട്ടെ, അവിടെ കുഴി ഉണ്ടാക്കുക അവിടെ. നല്ല തണുപ്പുണ്ടല്ലേ, നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പൂസ് അപ്പൂസിന് വേണ്ട വേണ്ടേ? അപ്പൊ ആറേൻ്റെ ഒക്കെ നോക്കാം അപ്പൂസേ. കണ്ടോക്കെ ഒരു മിനിറ്റ്സല്ലേ എന്തോ ഒരു പോലെ. ഇവിടെ ഒക്കെ മീങ്ങൾ നിക്കണ സ്ഥലത്ത് നല്ല വെള്ളം ഉണ്ടാവുമ്പളേ അതിന് കുഴപ്പമില്ല. ഞാൻ അമ്മ കാത്തൊക്കെണ്ടാവും, പോവാ. നിങ്ങളെ വാട്ടർക്കാൻ വരെ ഇവിടെ കുഴിയൊക്കെ ഇവിടെ എന്താ കുഴി ഇവിടെയൊക്കെ നല്ല കുഴിയൊക്കെ ഇവിടെയൊക്കെ എന്തൊക്കെയാ വരില്ലേ കുഴികളെ. വെള്ളം ഒഴിച്ച് ഉണ്ടായതാവത്തെ
ഇതിലൊക്കെ പോകുന്നുണ്ടല്ലോ. ഇതിലൊക്കെ എപ്പോഴാ കുഴികളാണ്, ഓരോ കുഴികള്. ഇവിടെയൊക്കെ തങ്ങി നിക്കൂലേ? ഇവിടെയൊക്കെ തങ്ങി നിക്കുന്നറേ പോലെ. എന്നാല് നായറിന് കമ്പനി ഉണ്ട്. അതാണ് അപ്പൂസേ, നായ അടുത്ത കൂടെ പോണം. പോലെ എന്നാല് വാ. എനിക്ക് പറയാൻ തോന്നുന്നല്ലോ ആണല്ലേ. വേണ്ട, നല്ല രസം. അപ്പോ മെല്ലെ പോടാ. ഞാനവിടെ ഇറങ്ങിക്കറാം. പോരി പോരി, ചെരുപ്പാടെന്നോട്ടെ. അമ്മ കാത്തുക്കുണ്ടാവും. അതാണ് നമ്മള് പോകുന്നില്ലേ. ചതച്ചു. നല്ല രസമല്ല കേട്ടോ ഇവിടെ, അടിപൊളി. നല്ല ജനങ്ങളുണ്ടോ അല്ലേ, കുറെ ആൾക്കാരുണ്ടല്ലേ. ഞായറാഴ്ചയൊക്കെയാണ് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ പുഴയിലൊക്കെ നല്ല പ്രത്യേക രസം. കൊല്ലുന്നാലേ എന്റെ പേരെന്താ പറഞ്ഞോടുത്താ? നമ്മള് ചേച്ചീന്റെ കടയിൽ വന്നതാണ്, സ്കൈ സോണില്. അപ്പൊ ഹരിസാറെ കാണാൻ പറ്റി. നമ്മളെ സീരിയലിൽ ഉള്ള ആളാണ്. എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാരെയും കണ്ടതിൽ സന്തോഷം. 7 മണിക്ക് നമുക്ക് വിശേഷത്തിൽ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി കൂടുതലായിട്ടൊരു വിശേഷത്തിൽ ഞാൻ ചാനലിന് വേണ്ടി പങ്കെടുക്കാം. നമ്മൾ പുതിയൊരു വർക്ക് സൂര്യ ടി വി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിലിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് വർക്കാണ് ഭാവന എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇനി പുതിയ ചെയ്യുന്നത്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അത്യാവശ്യം ഒരുപാട് ചേഞ്ചുകൾ കൊടുത്തിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു സാന്ത്വനത്തില്, അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത് സാന്ത്വനം സി കേരളത്തിലൊക്കെ ചെയ്തത് കുറച്ചുകൂടി വണ്ണം തടിയൊക്കെ ഉണ്ട്. വീണ്ടും വാനമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ടൈമില് ആ രൂപത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് ഒരു അത്യാവശ്യം നല്ല ചേഞ്ചുകൾ വരുത്തിയിട്ടാണ് വീണ്ടും വരുന്നത്, ഒരു കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം, കുറച്ച് വിശുദ്ധമായിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇപ്പൊ അമ്മ വയ്യാതെ കിടക്കാണ്. അപ്പൊ അമ്മയ്ക്ക് എന്തായാലും കാണാന് ഞങ്ങള് കാണിച്ചു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നേരിട്ട് തന്നെ അമ്മയ്ക്ക് കാണാൻ സാധിക്കട്ടെ. എനിക്ക് ഞാൻ ആ വഴി വരുമ്പോഴേ നോക്കാം. അപ്പൊ ചേച്ചിയുടെ ചോദിച്ച നമ്പറാണ് ചെയ്യാൻ പറ്റും. ശരി ഓക്കെ. അമ്പലത്തിലൊക്കെ പോയി ഇവിടെയൊക്കെ എങ്ങനെയുണ്ട്? കേരളായി ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഗ്രാമപ്രദേശമാണ്, അടിപൊളി സ്ഥലമാണ്. ഇവിടെ കാണാൻ കുറെ സാധനമുണ്ട്. നെടുങ്കയം എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് പോയി കഴിഞ്ഞാൽ. ശരി എന്നാല് ഓക്കെ. നമ്മള് പോകുന്ന പൂക്കോട്ടുംപാടത്തെത്തി. അമ്മേന്റെ അടുത്ത് സന്ധ്യേച്ചി കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞു വൈകുന്നേരത്തെ തിരിച്ചു പോകുള്ളൂ. അപ്പൊ ആളെ പേരെന്താ പറഞ്ഞേ? ആളെ പേര് ഹരി എന്നാണ്. ചേച്ചി ഹരിസാറ് പറഞ്ഞിട്ട് അങ്ങനെ ആയി പരിചയം കേട്ടോ. അപ്പൊ എന്തായാലും കാണാൻ പറ്റി. ഓളിങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള സിനിമയ്ക്ക് കൊണ്ടുപോകണം. അപ്പടെ ആള് അപ്പടെ തന്നെ കണ്ടില്ലല്ലോ. അത് ഞങ്ങള് രണ്ടാളും സീരിയലാണ്, അതുകൊണ്ട് നിച്ചല്ലേ. അപ്പൊ സിനിമയിലൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ എവിടേക്ക് കട ഉണ്ട് ഇവിടെ നിൽക്കാനുണ്ട് അല്ലേ? അതാണ് അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമ്മളെന്താ വെച്ചാല് ഇപ്പൊ നമ്മള് ഇനി ഫോൺ നമ്പർ ആക്കി അപ്പൊ അങ്ങോട്ടും വീട്ടിലേക്ക് വരാറുണ്ട്, അമ്മേനെ കാണാൻ വരാറുണ്ട്. അപ്പൊ കൊറേ ആൾക്കാര് നമ്മളെ അറിയുന്നുണ്ടല്ലേ അവിടെ അമ്പലത്തിൽ ചെന്നാലും ഇവിടെ ചെന്നാലൊക്കെ. അല്ല സീരിയൽ ആരെയൊക്കെ കാണുന്നുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പൊ. എല്ലാരും ഇപ്പൊ കണ്ടോളന്നില്ല. അപ്പൂസേ എന്താണ് സാറില്ലാത്ത? അപ്പൊ അവളെ ചേച്ചീനെ കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഫുൾ അവിടെ കാണിക്കാന്. ചേച്ചി ഫുൾ ടൈം ഞങ്ങളിപ്പോ ഉണ്ട്, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്നാലും വീട്ടിലെത്തിയിട്ട് കാണാം. അമ്മ നിങ്ങളെ ഒരാളെ കണ്ട് ഞങ്ങള്. എന്താ ചേച്ചി ആളെ പേരെന്താ പറഞ്ഞ? അമ്മ നമ്മളെ സീരിയലത്തെ സ്വാതന്ത്ര്യത്തെ കണ്ടു. അല്ലല്ല അതല്ല വേറെ, അത് ചന്ദനമഴയത്തെ, ഇത് വേറെ ചേച്ചിന്റെ കടയിലുണ്ട് പറഞ്ഞ്. അപ്പൊ ഞാൻ പിന്നെ കാണാനൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. തീരായില്ല കുറവായിട്ട് നിക്കണ എല്ലാരും വന്നിട്ടില്ലേ അപ്പൊ? മതി എല്ലാവർക്കും ആയിപ്പോ മതി ഫുള്ളായി. അപ്പൊ സന്ധ്യച്ച് പോവണല്ലോ, ഞാൻ സന്ധ്യച്ച് ഉണ്ടാവും വിചാരിച്ച്. അമ്മായിക്ക് പറയും. അമ്മായിയുടെ അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മായി ഇങ്ങോട്ട് കയറി. ആണോ? കൂടി ഉണ്ട്. നിങ്ങൾക്ക് ചോറ് അമ്മക്ക് ചോപ്പിട്ട് ചോപ്പ് ഇട്ടി അമ്മക്ക് ചോപ്പ്. അതിന് വെള്ളാക്കി ചോപ്പ് ഉണ്ടായില്ല. വഴിപാട് വെക്കാണ്ട് ഞങ്ങള് രാത്രി പോവുള്ളൂ, ഞങ്ങള് പിന്നെ തന്നെ. അപ്പൊ ഞങ്ങള് ഇന്നത്തെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ വരാം. നാളെ വരാം. ബൈ.